ദൈവത്തിന് മഹത്വം. നമുക്ക് നല്ല ഈ ദിവസത്തിനും സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. ദൈവമാണ് നമുക്കൊരു പുതിയ ദിവസം നൽകുന്നത്. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ നടക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്നാൽ നമ്മെ അതിശയവും ഭയങ്കരമായി സൃഷ്ടിച്ച് നമ്മെ ലോകത്തിലാക്കിയിരിക്കുന്ന ആ സൃഷ്ടാവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്നൊരു വ്യക്തി ചിന്തിക്കുകയും ദൈവമേ എന്നെ അങ്ങയുടെ ഇഷ്ടത്തിലേക്ക് വഴി നടത്തണമേ എന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. ദൈവവചനത്തിൽ പറയുന്ന പോലെ നീതിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. അതാണ് ഓരോ ദിവസവും സംഭവിക്കേണ്ടത്. നാശത്തിലേക്ക് പോകുന്ന വഴി അത് വിശാലതയുള്ളതാണ്. അതിൽ കൂടെ അനേകർ സഞ്ചരിക്കുന്നുണ്ട്. അത് അവസാനം അത് കൊണ്ടുപോകുന്നത് കീഴെയുള്ള പാതാളത്തിലേക്കാണ്. എന്നാൽ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് എന്നെ സൃഷ്ടിച്ച് അതിശയം ഭയങ്കരമായി എന്നെ സൃഷ്ടിച്ച് അമ്മയുടെ ഉദരത്തിൽ ഉരുവാതിനും എന്നെ കണ്ട് നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനുമാണ്, നിൻ്റെ പേർ ഞാൻ എൻ്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ദൈവവചനത്തെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ദൈവഹിതത്തിൽ വളർന്നു വരുവാനും മനസ്സ് പുതുക്കുവാനും നിലനിൽക്കുന്ന നിത്യയിലാക്കി ജീവിക്കാനൊക്കെ ഇടയായിത്തീരും. അതുകൊണ്ട് ആ ഒരു ചെറിയ കൂട്ടത്തിൽ നമ്മളായിരിക്കാനായിട്ട് ദൈവം നമ്മളെ കണ്ടതിനൊക്കെ ആയിട്ട് നമുക്ക് നന്ദി പറയാം. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു. നമ്മളുടെ ജീവിതവും അതുപോലെ തന്നെ വ്യസനത്തിലുള്ള എന്തെങ്കിലും മാർഗം എന്നിൽ ഉണ്ടെങ്കിൽ കർത്താവെ അതിനെയൊക്കെ നീക്കി ശാശ്വത മാർഗത്തിൽ അങ്ങയുടെ വചനത്തിന് അനുസരണമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മളതിനായിട്ട് സഹായിക്കും. ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പത്രോസ് എഴുതിയ 1-ാം ലേഖനം. പത്രോസ് 2 ലേഖനം എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസ് 2 ലേഖനം എഴുതിയിരിക്കുന്നു. 2 ലേഖനത്തിൽ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം, വളരെ ആഴത്തിലുള്ള ലേഖനങ്ങളാണ് അത് രണ്ടും. ആ ലേഖനത്തിൽ 4-ാം അധ്യായം, 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കിന്ന് ധ്യാനിക്കാം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. മതി. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് എന്തിനാണെന്ന് നമ്മളൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത്, ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ, ദൈവം തന്നെ ജഡത്തിൽ ഭൂമിയിൽ അവതരിച്ചതാണ് യേശു. ദൈവം നമ്മോട് കൂടെ എന്നാണ് യേശുവിനെ വിളിക്കുന്നത്. യോഹന്നാൻ്റെ മത്തായിയുടെ സുവിശേഷം 1:21 ഇങ്ങനെ കാണാം, അവൻ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കും. അപ്പോൾ ആ പേരിനർത്ഥം മാനവരാശിയെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയാണ്. അടുത്ത വാക്യം പറയുന്നത് അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എന്താ അർത്ഥം? ദൈവം നമ്മോട് കൂടെ. ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചതാണ്. ഇത് ബുദ്ധിയിൽ ഗ്രഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിൽ ഗ്രഹിക്കണമെങ്കിൽ വചനം കേൾക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിൽ ഗ്രഹിപ്പാൻ എന്നെ സഹായിക്കണം. ഈ വചനത്തിനോട് എതിർക്കുന്ന എൻ്റെ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് മാറ്റി കർത്താവെ അത് ഗ്രഹിപ്പാനായിട്ടുള്ളൊരു ജ്ഞാനം എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. വചനം പറയുന്നുണ്ടല്ലോ, പിതാവിനാൽ ആകർഷിക്കാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്താതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പോൾ പിതാവ് ആരാണെന്നും പുത്രൻ ആരാണെന്നും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അത് കൃത്യതയോട് മനസ്സിലാകുമ്പോൾ നമ്മളുടെ ഈ പാപം നിറഞ്ഞ മനസ്സിനെ പുതുക്കണം. അങ്ങനെ മനസ്സിനെ പുതുക്കുന്ന വ്യക്തികൾക്കാണ് ജീവനിൽ വളരാൻ, വിശുദ്ധിയിൽ വളരാൻ, തേജസ്സിലേക്ക് ദൈവത്തിന് പ്രിയമക്കളായിട്ട് ഒരുങ്ങുവാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുന്ന ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. അപ്പോൾ ക്രിസ്തു എന്തിനാണ് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത്? പാപമില്ലാത്തവനായി ഭൂമിയിൽ ജനിച്ച് പാപമുള്ള ഈ ലോകത്ത് ജീവിച്ചപ്പോൾ വചനം പറയുന്നുണ്ട്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടെങ്കിലും അവൻ പാപം ചെയ്തില്ല. മറിച്ച് യേശു കഷ്ടം അനുഭവിച്ചതിന് വേണ്ടിയാണ്. നമ്മുടെ കഷ്ടതയാണ് യേശു കർത്താവ് ഏറ്റെടുത്തത്. നമുക്ക് പകരം പാപത്തെ, നമ്മുടെ പാപങ്ങളെ താൻ ചുമന്നു. നമുക്ക് വേണ്ടി ദൈവം പുത്രനായ യേശുവിനെ പാപമാക്കി എന്ന് ദൈവവചനത്തിൽ പറയുന്നത്. പാപമാക്കി, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി അവനെ പാപമാക്കി. നോക്കി നിങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പാപമില്ലാത്തവൻ, പാപത്തോട് വേർപെട്ടവൻ, പരിശുദ്ധൻ, നിർമ്മലൻ, നിർദോഷി. അപ്പോൾ ഇങ്ങനെ നിരവധി പേരുകളാണ് യേശുവിനെ വിളിക്കുന്നത്. എന്നാൽ നമ്മളെ പാപത്തിന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പാപം അറിയാത്തവനെ നാം ദൈവത്തിൻ്റെ നീതിയാവണം.
ദൈവജനം പറയുന്ന നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ നമ്മളെ നീതീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പാപത്തിൻ്റെ ശിക്ഷ ദൈവമാകുന്ന യേശു എന്ത് ചെയ്തു? ഏറ്റെടുക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ പാപികളായ നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ഇവിടെ പറയണം, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് ഈ ഭൂമിയിൽ പാപമില്ലാത്തവനായി ജനിച്ച് പാപമില്ലാത്തവനായി വളർന്ന് പാപത്തോട് പോരാടിക്കൊണ്ട്, അല്ലെങ്കിൽ പാപത്തിന് തന്നിൽ ഒരു അവകാശമില്ല എന്ന് തൻ്റെ 33 വർഷത്തെ ജീവിതത്തിൽ യേശു തെളിയിച്ചു. എന്നാൽ നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമുക്കൊരു വീണ്ടും ജനനം നൽകിയിട്ട് ആ വീണ്ടും ജനനത്താൽ നമ്മളുടെ അകത്തുരുവായ മനുഷ്യൻ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി വളർന്നു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അനുഭവത്തിലേക്ക്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. എന്താ പറഞ്ഞതിന് താല്പര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ അകത്തുരുവായ മനുഷ്യനെ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പലവിധമായിട്ടുള്ള കഷ്ടങ്ങളുണ്ടാവും. അതാണ് ഈ കഷ്ടം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവനിൽ പാപമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ എന്തുണ്ട്? നമ്മളിൽ പാപമുണ്ട്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ്സില്ലാത്തവരായി. ഏകന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപത്തിലായി. നമ്മൾ പാപം ചെയ്ത് പാപിയായതല്ല, ആണോ? അല്ല, നമ്മൾ പാപത്തിലാണ് ജനിക്കുന്നത്. പാപത്തിൽ ജനിച്ചത് കൊണ്ട് നമ്മൾ പാപം ചെയ്യുകയാണ്. എന്നാൽ യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ നമ്മളുടെ പാപത്തിൻ്റെ എല്ലാ കറകളെയും കഴുകി കളഞ്ഞിട്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് നൽകിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നിട്ട് നമ്മളുടെ ആത്മാവിൽ ഒരു വീണ്ടും ജനനം ഉണ്ടാകുന്നു. ഇനി ഈ വീണ്ടും ജനനം പ്രാപിച്ച ആ ദൈവ മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന പല സ്വഭാവങ്ങളും പാപപ്രമാണങ്ങളും നമ്മളുടെ ദേഹിയിലുണ്ട്, ജഡത്തിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ അകത്തെ മനുഷ്യൻ വളരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ മനസ്സിനെ പുതുക്കണം. അതാണ് എനിക്ക് കഷ്ടത. കണ്ടോ, ഇവിടെ പറയുന്നുണ്ടോ, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. എന്തിനാ ആ ഭാവം ആയുധമായി ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പാപത്തോട് വേർപെട്ട ഒരു ജീവിതം നമ്മൾ ജീവിക്കണം. നമ്മൾ മനസ്സ് പുതുക്കണം. എൻ്റെ അകത്തുരുവായ ആ ദൈവ മനുഷ്യനെ വളർത്തണം. അതിനെ എന്നിലുള്ള പാപ സ്വഭാവങ്ങളെ നീക്കിക്കളയണം. അതാണ് നമുക്ക് കഷ്ടത. ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ ഞാൻ എൻ്റെ മനസ്സ് പുതുക്കുമ്പോൾ അതാണ് കഷ്ടത എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പിടിയെടുത്തുണ്ടോ? യേശു കർത്താവ് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാപമില്ലാത്ത തേജസ്സിൻ്റെ മക്കളായി തീരുവാൻ വേണ്ടി നമ്മുടെ പാപത്തെ ചുമന്നു. അതാണ് കഷ്ടത അനുഭവിക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല, തൻ്റെ 33 വർഷത്തെ ജീവിതത്തിൽ പാപമില്ലാതെ യേശു ജീവിച്ചു. അതും കഷ്ടതയുണ്ടായിരുന്നു അതിൽ, ഇല്ലേ? എല്ലാവരും നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, സഹോദരങ്ങൾ ത്യജിച്ചു, എല്ലാവരും നിന്ന് കഷ്ടതയ്ക്ക് അനുഭവിച്ചപ്പോൾ അവിടെ കർത്താവ് ഒറ്റ കാര്യം ചെയ്തുള്ളൂ, എല്ലായ്പ്പോഴും പിതാവിനുള്ളതിലിരുന്നു. അവൻ എന്നെ ഏകനായി വിട്ടില്ല. എല്ലാവരും തള്ളിക്കളഞ്ഞു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ 6-ാം അധ്യായത്തിലാണുള്ളത്. അവിടെ പറയുന്നുണ്ട്, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും താൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യേശുവിന് പോകാൻ വീട് പോലും ഇല്ലാത്തതുകൊണ്ട് അവിടെ പറയാണ്, എല്ലാവരും താൻ്റെ വീട്ടിലേക്ക് പോയി, യേശുവോ ഒലിവ് മലയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ കണ്ടോ. 7-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം എങ്ങനെയാണ്? അങ്ങനെ ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് പോയി. 8-ാമത്തെ അധ്യായത്തിൽ പറയുക, യേശുവോ ഒലിവ് മലയിലേക്ക് പോയി. പറഞ്ഞതിൻ്റെ താല്പര്യം എന്തുവാ? തൻ്റെ വീട്ടിൽ തന്നെ ആരും കൈക്കൊള്ളുന്നില്ല, തൻ്റെ സഹോദരന്മാർ കൈക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കഷ്ടങ്ങളിൽ കൂടിയാണ് യേശു കർത്താവ് കടന്നുപോയത്. പക്ഷേ അവിടെയൊന്നും താൻ എന്ത് ചെയ്തില്ല? ആ പിതാവിൻ്റെ ഹിതത്തിൽ നിന്നും മാറിയില്ല. മനസ്സിലായോ? അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എല്ലായ്പ്പോഴും അവൻ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. കേട്ടോ, അതാണ് ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുകയാണ്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ആ ഭാവം എന്താ ഭാവം എന്ന് പറഞ്ഞാൽ, ഫിലിപ്പിലെ എന്താണെന്നുള്ള ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആ ഭാവം എന്ന് പറഞ്ഞാൽ അവൻ്റെ, നമ്മൾ ഇടയ്ക്ക് പറയല്ലോ, അവൻ്റെ ഭാവം കണ്ടോ, അവന് ഭയങ്കര ഭാവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ്റെ അകത്തിരിക്കുന്ന ഒരു സംഭവത്തെ പുറത്ത് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മളോട് പറയാണ്, ക്രിസ്തു യേശുവിലുള്ള ഭാവം നിങ്ങളിലുണ്ടാകണം. എവിടെ ഉണ്ടാകണം? അകത്തുണ്ടാകണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യേശുവിനെ വെളിപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കണം, അവനെ മഹത്വപ്പെടുത്തണം, എൻ്റെ ജീവിതത്തിൽ കൂടി യേശു വെളിപ്പെടണം. ആ ഒരു ഭാവം, ആ ഒരു ആഗ്രഹം എൻ്റെ അകത്തുണ്ടെങ്കിൽ പുറത്തും അത് വെളിപ്പെട്ട് വരും. എങ്ങനെ വെളിപ്പെട്ട് വരും? സാഹചര്യങ്ങളുടെ നടുവിൽ ഞാൻ വചനത്തെ മുറുകെ പിടിക്കും. അതുകൊണ്ട് അവിടെ പറയുന്നത്, ആ ഭാവം തന്നെ നിങ്ങളിലും
നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. അപ്പോൾ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടിയുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടത എന്ന് പറയുന്നത് അതൊരു ആയുധമായിട്ടാണ് തീരുന്നത്. നോക്കിയാൽ നിങ്ങൾ കണ്ടോ, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളുടെ നടുവിൽ വചനത്തെ തള്ളിക്കളയുകയല്ല, മറിച്ച് വചനത്തെ മുറുകെ പിടിക്കുമ്പോഴുള്ള കഷ്ടത അത് എനിക്കൊരിക്കലും ദോഷമല്ല, മറിച്ച് ആ സാഹചര്യം എന്നെ ജയാളിയാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് എൻ്റെ അകത്ത് ദൈവശക്തിയാൽ എന്നെ നിറയ്ക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് ഞാൻ മാറുന്നതെന്നുള്ളൊരു ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ വചനത്തെ മുറുകെ പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. തുറന്നു പറയാം, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, കേട്ടോ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ കേട്ടോ, ജഡത്തിൽ ശേഷിച്ചിരിക്കുക, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇനിയുള്ള നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, ഇതുവരെ നമ്മളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള സംഭവങ്ങളും വീഴ്ചകളൊക്കെ വന്നെങ്കിൽ ഇവിടെ പറയാണ് ഇനി ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യർ മോഹങ്ങൾക്കൊത്തവണ്ണം ജീവിക്കുന്നവരാണ്. നമ്മളോട് ദൈവം പറഞ്ഞെങ്കിൽ മോഹങ്ങൾക്ക് അധീനപ്പെട്ട് ജീവിക്കാനല്ല, മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്, അല്ലേ? അപ്പോൾ ദൈവവചനത്തിനനുസരണത്തിന് ജീവിക്കുവാനായിട്ട് നമ്മളോട് പറയുകയാണ് മോഹങ്ങൾക്കൊത്തവണ്ണമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഈ വചനം കേൾക്കുന്ന ഒരു വ്യക്തി എന്തറിയണം? ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിക്കാൻ പറ്റുന്നത്? എന്തോ ദൈവത്തിൻ്റെ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണോടെ ആരും കർത്താവിനെ കാണത്തില്ല. മനസ്സിലായോ? അപ്പോൾ കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്, നമ്മളുടെ പാപത്തെ ചുമന്ന് മരിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തിക്കണം, അവൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കണം. വിശുദ്ധരും നിഷ്കളങ്കരുമായി കുറ്റമില്ലാത്തവരായി നമ്മൾ അവൻ്റെ മുമ്പിൽ നിൽക്കണം. തേജസ്സുള്ള കർത്താവിനെ നമ്മൾ തേജസ്സിൽ കാണണം, നമ്മൾ ദൈവത്തോടു കൂടെ വസിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് മരിച്ചത്. ഈ തിരിച്ചറിവുള്ള ഒരു വ്യക്തി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപക്കറകളെ കഴുകി കളഞ്ഞ് നീതീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ ഇനി ആ വ്യക്തി എടുക്കുന്ന തീരുമാനമാണ് എന്ത്? ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കൊത്തവണ്ണമല്ല. നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യരൊക്കെ മോഹങ്ങൾക്കൊത്തവണ്ണം ജീവിക്കുന്നതാണ്, അല്ലേ? ഈ ലോകത്തിൻ്റെ നൈമിഷികമായിട്ടുള്ള മോഹങ്ങൾക്കൊത്തവണ്ണമാണ് ജീവിക്കുന്നത്. നമ്മളും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളുടെ എന്ത് ചെയ്തു? ആ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു. നശിച്ചു പോകുന്നതിൻ്റെ പിന്നാലെയല്ല, നിലനിൽക്കുന്നതിനെ, നിത്യമായതിനെ, തേജസ്സേറിയതിനെ പിൻപറ്റുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ പറയുന്നുണ്ടോ, ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കൊത്തവണ്ണമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം അത്രയും ചെയ്യും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വരിക. ഒന്നുകിൽ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ കൂട്ടുകാർ, എൻ്റെ വീട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, അവരുടെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? അതിനൊത്തവണ്ണം ജീവിക്കാം. മറിച്ച് എന്നെ ഞാൻ ദൈവത്തിനായിട്ട് സമർപ്പിച്ചെങ്കിൽ ഇവിടെ പറയാണ് ഇനി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം അത്രേ, കേട്ടോ. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാനിനി എന്നെ വിളിച്ചു വേർതിരിച്ചവൻ്റെ ഇഷ്ടം, ഇനി ഞാൻ ലോകത്തിൻ്റെ മോഹങ്ങൾക്കൊത്തവണ്ണമല്ല, കേട്ടോ, എൻ്റെ കൂട്ടുകാരുടെ വീട്ടുകാരുടെ ഒന്നും ഇഷ്ടങ്ങൾക്ക് ഒത്തവണ്ണമല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്. അതാണ് യഥാർത്ഥ വീണ്ടും ജനനം അകത്തു സംഭവിച്ചു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവെന്ന് പറയുന്നത്. കാരണം ഇവിടെ പറയാം, കേട്ടോ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത്ര ജീവിക്കേണ്ടതിന് എന്ത് വിട്ടൊഴിഞ്ഞു? പാപം വിട്ടൊഴിഞ്ഞു. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ വിട്ടൊഴിയണം, നീയോ അതിനെ ജയിക്കണം. കണ്ടോ, പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. അതൊരു തീരുമാനമാണത് വ്യക്തിപരമായിട്ട്. മനസ്സിലായി? എന്നെ കേൾക്കുന്നത് നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് ദൈവം നോക്കുന്നത്. പാപം വിട്ടൊഴിയാനുള്ളൊരു തീരുമാനമാണോ, അതോ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളിൽ രസിക്കാനുള്ളൊരു മോഹമാണോ? പാപത്തിനൊരു താൽക്കാലിക ഭോഗമുണ്ട്, ഒരു സുഖമുണ്ട്. മനസ്സിലായോ? പക്ഷെ ആ സുഖം എന്ത് ചെയ്യും? ആ വ്യക്തിയെ നിത്യമായ നരകത്തിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ഈ പാപത്തിൻ്റെ ഫലം. പാപം ചതിക്കുക ചെയ്യുന്നത്. പാപം എന്ന് പറയുന്ന ഒരു ആത്മാവാണ്. പാപം ചതിക്കും, പാപം വഞ്ചിക്കും, പ്രത്യക്ഷത്തിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നമ്മളെ വശീകരിക്കും. എന്നാൽ ദൈവവചനം പറയുന്നു, പാപത്തോട് നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടണം. നിങ്ങൾ പാപത്തോട് എതിർത്ത് നിൽക്കാൻ പ്രാണത്യാഗത്തോളം പോരാടണമെന്ന് ദൈവവചനം പറയുന്നു. ഇനി മൂന്നാമത്തെ വാക്യം, കാമാർത്ഥികളിലും മോഹങ്ങളിലും ബീജമുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. അപ്പൊ ഇതൊരു മുന്നറിയിപ്പാണ്. മുകളിൽ പറയുന്ന വ്യക്തികളോട് ഉള്ള ഒരു മുന്നറിയിപ്പാണ്. എന്ത്?
കാമാർത്തികളിൽ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൽ ഇമോറാലിറ്റി അല്ലെങ്കിൽ നൈമിഷികമായിട്ടുള്ള സുഖങ്ങൾ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ, അതാണ് കാമാർത്തികളിലും. കാരണം ഇതൊക്കെ ലോകത്തുള്ള സാധനങ്ങളാണ്. കാമാർത്തികളിലും, അടുത്ത് മോഹങ്ങളിലും. മോഹങ്ങൾ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് വ്യത്യസ്തമായിട്ടുള്ള മോഹങ്ങളാണ്. മനസ്സിലായോ? ശ്രദ്ധിക്കണേ. മോഹങ്ങളിൽ, അടുത്ത് വീഞ്ഞുകുടി, മദ്യപാനം. കണ്ടോ, ഇത് ലോകത്തുള്ളവരാ. മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു, അല്ലേ? മദ്യപാനം. ഇനി വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകൾ. വെറിക്കൂത്ത് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും എൻ്റെ സന്തോഷം, അതാണ് വെറിക്കൂത്ത് പറഞ്ഞത്. എൻ്റെ മനസ്സിൻ്റെ സുഖം, എൻ്റെ ഇഷ്ടങ്ങൾക്കൊത്തോണം ഞാൻ നടക്കും. ആരെന്ത് വിചാരിക്കുന്നുവെന്നോ ആർക്കെന്ത് വിഷമം വരുമെന്നോ ഒന്നും ഇതല്ല, അല്ലേ? ഇപ്പോൾ പല യൗവനക്കാരൊക്കെ നടക്കുന്നുണ്ടല്ലേ, മാതാപിതാക്കളൊക്കെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ട് അവരുടെ അത് കണ്ടിട്ട്. അവർ അവരുടേതായ രീതിയിൽ നടക്കും. ഒരു മാതാപിതാക്കളുണ്ടെന്നോ അവർ വിഷമിക്കുമെന്നോ അല്ലെങ്കിൽ ലോകത്ത് അതൊന്നും അവർക്ക് വിഷയമല്ല. ഞാൻ എൻ്റെ ശരീരം, എൻ്റെ ഇഷ്ടം, ഞാൻ എൻ്റെതുപോലെ ജീവിക്കും. അതാണ് ഈ വെറിക്കൂത്തുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയാതെ തങ്ങളുടേതായ വഴികളിൽ നടക്കുന്നതാണ് വെറിക്കൂത്തുകളിലും. അടുത്ത പിന്നെ പറയാം മദ്യപാനത്തിലും. കണ്ടോ, മദ്യപാനം. ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന. ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന. വിഗ്രഹാരാധന ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന കാര്യമാണ് വിഗ്രഹാരാധന. അത് ധർമ്മവിരുദ്ധമായിട്ടൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താ ധർമ്മവിരുദ്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? സകല ചരാചരത്തിൻ്റെയും ഉടയവനായി ദൈവത്തെ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട്, ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കി അത് ദൈവമാണെന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുന്ന കാര്യം, അത് ധർമ്മവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ദൈവവചനത്തിലൊക്കെ അത് വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റോമാലേഖനത്തിലൊക്കെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം വെളിപ്പെട്ട് വരുന്നു. മുകളിൽ പറയുന്നുണ്ട്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവരെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളിൽ എന്ത് ചെയ്തു? ഇതായിപ്പോയി. അവിടെ പറയുന്നത് അവർ തേജസ്സുള്ള കർത്താവിനെ, അവിടെ പറയുന്നുണ്ടല്ലോ, അവൻ തേജസ്സുള്ള കർത്താവിനെ മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതാണ് ഈ ധർമ്മവിരുദ്ധമായ കാര്യം എന്ന് പറയുന്നത്. ഇത്രയും മനോഹരമായിട്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, സകല ചരാചരത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തെ മ്ലേച്ഛ വിഗ്രഹമായിട്ട്, ഊമ വിഗ്രഹമായിട്ട്, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ഊമ വിഗ്രഹമാണെന്ന് പറഞ്ഞ് ആരാധിക്കുവാൻ മനുഷ്യന് ഒരു മടിയുമില്ല. അതുപോലെ പാമ്പാണ് ദൈവം, അല്ലെങ്കിൽ മറ്റു പല എലിയാണ് ദൈവം, അല്ലെങ്കിൽ മറ്റു പല വിഗ്രഹങ്ങളാണ് ദൈവം എന്ന് പറഞ്ഞ് അതിൻ്റെ മുമ്പിൽ ആരാധിക്കുവാനൊന്നും മനുഷ്യന് ഒരു മടിയുമില്ല. ധർമ്മവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, ധർമ്മവിരുദ്ധമായിട്ടുള്ള വിഗ്രഹാരാധനയിൽ. ഒരു കാലത്തൊക്കെ നമ്മളും വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് നടന്നിരുന്ന വ്യക്തികളായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. 115 സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട്. 115 സങ്കീർത്തനം അവിടെ പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും ആകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. അതാണ് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ വിഗ്രഹങ്ങളുടെ അവസ്ഥ ഇതാണ്. പക്ഷേ ഇതിന്റെ പിന്നാലെ പോകാനോ അതിനെ ആരാധിക്കുവാനോ ധർമ്മവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുവാനോ മനുഷ്യന് ഒരു ബുദ്ധിമുട്ടുമില്ല. 135 സങ്കീർത്തനത്തിന്റെ 15 ഒന്ന് വായിച്ചേ. 15 ഇതന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. കേട്ടോ, ഇവിടെ പറയുന്നുണ്ട് അതേ കാര്യം തന്നെ പറയാണ്. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, ശ്വാസമില്ലാത്ത ഊമ വിഗ്രഹങ്ങളാണ്. അവിടെ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കുക, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവർക്കൊരു കാര്യങ്ങളും ഗ്രഹിക്കാനായിട്ട് പറ്റത്തില്ല.
മനസ്സിലായോ? എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തെ തുറന്നു. ജീവനുള്ള ദൈവത്തെ അറിയുവാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അതാണ് ഇവിടെ പറയുന്നത്. ഒരു വാക്യോടെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം എന്ന് എടുത്ത്, യിരെമ്യാവ് 10-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ഗൃഹമേ, യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനം കേൾപ്പിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാച്ചിക്കൊണ്ട് ചെയ്ത പണിയും അത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതിരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റികയും കൊണ്ട് ഉറപ്പിക്കുന്നു. അവ വെള്ളരിത്തോട്ടത്തിലെ തൂണ് പോലെ ആകുന്നു. അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടപ്പാൻ വഹിയായിക കൊണ്ട് അവയെ ചുമന്നുകൊണ്ട് പോകണം. അവയെ ഭയപ്പെടരുത്. ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയില്ല. ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല. യഹോവേ, നിന്നോട് തുല്യനായവൻ ആരുമില്ല. നീ വലിയവനും നാമം ബലത്തിൽ വലിയതും ആകുന്നു. ജാതികളുടെ രാജാവേ, ആർ നിന്നെ ഭയപ്പെടാതിരിക്കും? അത് നിനക്ക് യോഗ്യമല്ലോ. ജാതികളുടെ സകല ജ്ഞാനികളും അവരുടെ സകല രാജ്യങ്ങളിലും നിന്നോട് തുല്യനായവൻ ആരുമില്ല. അവർ ഒരുപോലെ മൃഗപ്രായരും മോശന്മാരുമാകുന്നു. മിഥ്യാമൂർത്തികളുടെ ഉപദേശമോ മരമൂർത്തി അത്രേ. മതി നോക്കൂ, ഇവിടെ പറയുന്ന കുറെ കാര്യങ്ങൾ കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ വായിച്ചത്? ഇവിടെ പറയാണ്, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. കണ്ടോ? ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. ഇവിടെ പറയുന്നോട്ടോ, അവർ ഈ വിഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാം, അവ വെള്ളരിത്തോട്ടത്തിലെ തൂണ് പോലെയാകുന്നു. ഒരു വിധത്തിലുള്ള ഇതിനും വിട്ടിനി പറയാനില്ല. ജാതീയ വിഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണ്, വെള്ളരിത്തോട്ടത്തിലെ തൂണ് പോലെയെന്ന്. അവ സംസാരിക്കുന്നില്ല, അവയ്ക്ക് നടക്കാൻ വയ്യായകൊണ്ട് അവയെ ചുമന്നുകൊണ്ട് പോകണം. അവയെ ഭയപ്പെടരുത്. യഥാർത്ഥത്തിൽ എന്താ ചെയ്തിരുന്നത്? പിശാച് ചെയ്യുന്ന ഇതിന് ഭയപ്പെടുക. അവിടെ പോയില്ലെങ്കിൽ, അതിന് ചെന്നില്ലെങ്കിൽ, വർഷം പോയി കണ്ടില്ലെങ്കിൽ ഭയങ്കര അത് സംഭവിക്കും ഇത് സംഭവിക്കും എന്നൊക്കെ പേടിച്ചിടുക. അവയെ ഭയപ്പെടരുത്. ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയില്ല. കേട്ടോ? എന്ത് വ്യക്തമായിട്ട് ഗുണം ചെയ്യുവാനും അവർക്ക് പ്രാപ്തിയില്ല. അപ്പോൾ ഈ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് ഈ വിഗ്രഹങ്ങൾ വല്ലൊരാൾ അനുഗ്രഹിക്കുന്നത് ദൈവത്താലല്ലാതെ ഒരു സംഭവമില്ല. അപ്പോൾ ഇത് തിരിച്ചറിയണം. ദൈവവചനം വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അവർ അതിരാവിലെ ചെന്ന് അവർ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ വിഗ്രഹങ്ങളോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും ഞാനാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരെ പ്രാർത്ഥന കേൾക്കുന്നത്. ആ പ്രാർത്ഥന കേട്ട് ഞാൻ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എങ്കിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വിഗ്രഹങ്ങളെ വിട്ടു വരുവാനോ വ്യർത്ഥമായ ജാതി ആചാരങ്ങളെയും വിഗ്രഹാരങ്ങളെയും വിട്ട് തിരിഞ്ഞ് ഈ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ അവർക്ക് ആഗ്രഹമില്ല. കൊർന്നേലിയോസ് പക്ഷെ തിരിഞ്ഞു. കൊർന്നേലിയോസ് ആരായിരുന്നു? ജാതീയൻ ആയിരുന്നു അല്ലേ? ജാതീയനായ കൊർന്നേലിയോസിൻ്റെ ആരാധനയും അവൻ്റെ ദൈവത്തോടുള്ള ഭക്തിയൊക്കെ കണ്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവിടേക്ക് ദൂതനെ അയച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി പത്രോസിനെ അയച്ചു. പത്രോസ് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ അവൻ ആ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്തത്, അവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇവിടെ പറയാണ് ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന. അപ്പോൾ വിഗ്രഹാരാധന എന്ന് പറയുന്നൊരു ചെറിയ കാര്യമല്ല. ദൈവഹിതത്തിൽ നിന്നൊരു വ്യക്തിയെ നശിപ്പിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങളാണ് വിഗ്രഹാരാധന. എന്നിട്ട് പറയാണ്, വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചതുകൊണ്ട് കാലം പോക്കിയത് മതി. അപ്പോൾ ഇത് പറയാണ്, ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പ്രവണതകളുള്ള ലോകത്ത് പലപ്പോഴും പിന്നെയും കർത്താവിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടും പിന്നെയും ഇതിൻ്റെ വശീകരണങ്ങളുണ്ട്. ഇനി അതിലേക്ക് വശീകരിച്ചപ്പെട്ടു പോകരുത്. എന്നിട്ട് പറയാം, ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. പറഞ്ഞതർത്ഥം, നമ്മൾ ഇതിലൊന്നും ചേരാതെ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ എന്ത് ചെയ്യും? ദുഷിക്കും. ഇതിനിപ്പോൾ ഭയങ്കര ഒരു വിശുദ്ധം വന്നിരിക്കുന്നു. മനസ്സിലായി? അതാണ് ദുഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഇപ്പം ഞങ്ങളോട് കൂടെ ഒന്ന് കൂടിയെന്ന് പറഞ്ഞുകൊണ്ടോ, ഒരു ഇച്ചിരി കള്ളു കുടിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ, ഒരു സിനിമ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളായിട്ട് പോകുന്നപ്പോൾ ഇച്ചിരി അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇപ്പോൾ ഒന്നും സംഭവിക്കൊന്നുമില്ല. അതാണ് ദുഷിക്കുക എന്ന് പറഞ്ഞാൽ. കണ്ടോ അവിടേക്ക് എന്ത് കൃത്യമായിട്ട്? ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം, കർത്താവിനായി ദൈവം മനസ്സിലാക്കി ഈ മ്ലേച്ഛതകളിൽ നിന്നും ജാതി ആചാരങ്ങളിൽ നിന്നൊക്കെ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ, കേട്ടോ, അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. കേട്ടോ? അതിൻ്റെ 16-ാം വാക്യം, ഈ 1 പത്രോസ് 3:16 വായിച്ചേ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ച് പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. കണ്ടോ? ഇവിടെ നോക്കിയേ, ശ്രദ്ധിച്ചാണ്.
ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ. അപ്പം നമ്മൾ വചനമനുസരിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങും, അവർ ദുഷിക്കും, കൂട്ടുകാർ ദുഷിക്കും, നമ്മളെ ബന്ധുക്കാർ ദുഷിക്കും. പക്ഷെ എവിടെ പറയാ, പഴിച്ച് പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കണം കേട്ടോ. അവർ ലജ്ജിച്ചു പോകും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വചനത്തെ മുറുകെ പിടിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ഇന്ന് നമ്മളെ ദുഷിച്ച് പറഞ്ഞവരൊക്കെ നാളെ ലജ്ജിക്കും. അവൻ പറഞ്ഞതായിരുന്നു ശരി, അവർ പറഞ്ഞതായിരുന്നു കറക്റ്റ്, അവരുടെ വഴിയായിരുന്നു കറക്റ്റ് എന്ന് അവർ പിന്നീട് പറയുവാനായിട്ട് ദൈവം തന്നെ അവരുടെ ഹൃദയത്തിൽ ഇടപെടുമെന്ന് കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മളോട് പറയാ, ദുർനടപ്പിൻ്റെ അതേ കവിച്ചിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്ന അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ഇനി 5-ാം വാക്യം, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നോക്കി ഓരോ വാക്കുകൾ എന്ത് കൃത്യമായിട്ട് പറയുന്നത് കേട്ടോ. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ, ഈ ജീവികളെയും മരിച്ചവരെയും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഈ വ്യക്തികളെ നിയന്ത്രിക്കുന്ന അശുദ്ധാത്മ ശക്തികളുണ്ട്, ഇവർക്കൊക്കെ ഒരു ന്യായവിധി വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ പല വ്യക്തികളും പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ട്, ഭൂതാത്മാക്കളാൽ നിയന്ത്രിക്കപ്പെട്ട് ദൈവവചനത്തെ ലംഘിച്ചും കൊണ്ട് ഇവർ ജീവിച്ചു. പക്ഷേ ഇതിന് പ്രേരിപ്പിച്ച ഈ ജീവികളെ അഥവാ ആത്മാക്കളെയും ദൈവം എന്ത് ചെയ്യും? ന്യായം വിധിച്ച് സാത്താനോടുകൂടെ അഗ്നി പൊയ്കയിലേക്ക് തള്ളിക്കളയുന്ന വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇതിനനുസരിച്ച് നടന്നവർ എന്ത് ചെയ്യേണ്ടി വരും? ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായവിധിക്ക് നിൽക്കേണ്ടതായിട്ട് വരും എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുക. ഇവിടെ പറയാം, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവവചനം അനുസരിച്ച് നടക്കുമ്പോൾ നമ്മളുടെ ജീവിതം തന്നെ അവർക്കൊരു സുവിശേഷമായിട്ട് മാറുകയാണ്. അതാണ് അവർക്ക് കണക്ക്. മനസ്സിലായോ? അപ്പോൾ അവരൊരിക്കലും എന്ത് ചെയ്യരുത്, വിളിച്ചു വേർതിരിക്കപ്പെട്ട നമ്മൾ ദൈവനാമത്തെ ദുഷിപ്പിക്കുന്നൊരു പ്രവൃത്തി നമ്മളിൽ നിന്നുമായിട്ടുണ്ടായെങ്കിൽ അവർ എന്താ പറയുക, ഈ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഇവരിങ്ങനെയാണ് നടന്നിരുന്നതെന്ന് പറയാൻ ഇടവരും. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിന് ഇട കൊടുക്കരുത്. നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കണം. നമ്മളുടെ ജീവിതം കൊണ്ട് യേശുവിനെ വെളിപ്പെടുത്തണം. എന്നിട്ട് 6-ാമത്തെ വാക്യം, ഇതൊക്കെ എന്ത് കൃത്യമായിട്ട് പറയും, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്നിട്ട് പറയാം, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു തിരിച്ചറിവാണ്, ഓരോരോ ടേണിംഗ് പോയിൻ്റാണ്. മനസ്സിലായില്ലേ? ഓരോ കാലഘട്ടത്തിലും നമ്മൾ വചനം പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചതിനേക്കാൾ രക്ഷ നമ്മളോട് അടുത്തിരിക്കുന്നു, ഇതാ ന്യായാധിപതി വാതിൽക്കൽ എത്തിയിരിക്കുന്നു, ന്യായവിധി ദൈവഭവനത്തിൽ ആരംഭിപ്പാൻ സമയമായി എന്നൊക്കെ പറയുമ്പോൾ ഓരോ നാഴികക്കല്ലാണിത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാക്കുക. നമ്മൾ ഇതൊക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം, എന്നാൽ എന്ന് പറഞ്ഞിട്ട് പറയട്ടെ, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും. അപ്പോൾ ദൈവമക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതുവരെയൊക്കെ പറഞ്ഞു, ഒരു കൂട്ടർ അങ്ങനെ നടക്കുന്നുണ്ട്, നമ്മളതിൽ നടന്നവരാണ്, അതിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചു, ഇനി അതിൽ നടക്കരുത്. ക്രിസ്തു കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ വചനമനുസരിച്ച് നടക്കണം, അപ്പോൾ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടാകും, പലരും നിങ്ങളെ നിന്ദിക്കും, പരിഹസിക്കും. പക്ഷെ അതൊന്നും കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ മനസ്സുറപ്പുള്ളവരായിരിക്കണം, നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കണം, ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടണം, നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പറയാം, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. വചനത്തിൽ പല ഇടങ്ങളിൽ ഇങ്ങനെ കാണാം, നമ്മൾ വിശ്വസിച്ചതിനൊക്കെ രക്ഷ അടുത്തിരിക്കുന്നു, പെട്ടെന്ന് നിയമദൂതൻ പ്രത്യക്ഷനാകും, ഇല്ലേ? നിലച്ചിരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും, അവൻ വേഗത്തിൽ തൻ്റെ വചനത്തെ നിവർത്തിക്കും. ഇതൊക്കെ കാണാൻ നമുക്ക് പെട്ടെന്ന് അത് സംഭവിക്കുക. അതുകൊണ്ട് പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, ആ സമയത്ത് ഓടിപ്പോയിട്ടൊന്നും നമ്മൾ ഈ പറയുന്ന വിശുദ്ധിയോ അനുസരണമോ അല്ലെങ്കിൽ കർത്താവിനോട് ചേരലോ വചനത്തിൽ വായന ഒന്നും നടക്കില്ല. ഇപ്പോൾ ഇതാണ് സുപ്രഭാത സമയം, ഇതാണ് രക്ഷാദിവസം. ഇന്ന് ദൈവം നമുക്ക് സമയം തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നമ്മൾ നയിക്കപ്പെടണം. എന്നിട്ട് പറയാം, ആകയാൽ. ഇവിടെ നോക്കി 2 വാക്യമുണ്ട്, എന്നാൽ, ആകയാൽ. കേട്ടോ, 2 വാക്യമുണ്ട്. എന്നാൽ എന്ത് ചെയ്യണം? എല്ലാറ്റിനും അവസാനം സമീപിച്ചിരിക്കുന്നതെന്ന് അറിയണം. ആകയാൽ എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാണ്. കേട്ടോ, എന്നാൽ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, സമയം അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആകയാൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, നമ്മുടെ ബന്ധുക്കാരും ചാർച്ചക്കാരും കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന, പാപങ്ങളും സ്വമേധ പാപങ്ങളും അകൃത്യങ്ങളൊക്കെ മറഞ്ഞു കിടക്കുന്നത് പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുമ്പോൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്ന,
ദൈവവചനത്തിലേക്ക് ഉറ്റുനോക്കി എവിടെയാണ് വ്യസനത്തിനുള്ള മാർഗം എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കയറി വരണം. അതാണ് ഇവിടെ പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. കാരണം ഈ പ്രാർത്ഥന തുടങ്ങുമ്പോഴാണ് എന്ത് വരിക? പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് മതം ഇളകുക. പലർക്കും പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നോക്കിയാൽ പ്രാർത്ഥിക്കുന്ന ഭയങ്കര അസ്വസ്ഥതയൊക്കെ വരും. അപ്പോൾ ഈ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പല സംഭവങ്ങളും വെളിപ്പെട്ട് വരും. പക്ഷെ ഇവിടെ പറയാണ് നിർമ്മതരായിരിക്കും. പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള പല സംഭവങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യും, തെളിഞ്ഞു വരും. അതിനെന്താ ചെയ്യേണ്ടത്? ഏറ്റുപറയണം, ഉപേക്ഷിക്കണം, രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്രിസ്തുവിൽ വളർന്നു വരുന്നത്. അവിടെ ഇവിടെ പറയാണ് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. 8-ാം വാക്യം വായിച്ചട്ടെ. സകലത്തിനും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. കേട്ടോ, ഈ നിർമ്മതരായിരിക്കാൻ പറഞ്ഞിട്ട് പറയാണ്. കാരണം ഈ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് പലതും ഓർമ്മ വരിക. ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന കയ്പ്, പക, വെറുപ്പ്, വ്യക്തികളോടുള്ള ബന്ധങ്ങളിലുള്ളതൊക്കെ വെളിപ്പെട്ട് വരിക. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുക, സകലത്തിന് മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥനയും പ്രാർത്ഥനയ്ക്ക് സുബോധമൊക്കെ നമുക്ക് എന്തിനാ തരുന്നത്? പരിശുദ്ധാത്മാവിനാലുള്ള സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടണം. മനസ്സിലായോ? എന്നിട്ട് പറയാം, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകളൊക്കെ നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ആ മറ്റുള്ളവരുടെ കുറവുകൾ ഇങ്ങനെ വലുതായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ ഇവിടെ പറയാം, സ്നേഹം, ഉറ്റ സ്നേഹം. അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഉറ്റ സ്നേഹം. അത് പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. എന്നിട്ട് പറയാണ്, ഇങ്ങനെ ഒരു ദൈവിക സ്വഭാവത്തിലേക്ക് കയറി വരുമ്പോൾ 9-ാമത്തെ വാക്യം, പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു ഗോഡ്ലി ക്യാരക്ടറിലേക്ക് പണിതെടുക്കുക. അങ്ങനെ പണിതെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് എന്ത്? അതിഥി സൽക്കാരം. ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അതിഥി സൽക്കാരം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? വരാൻ കണ്ടൊരു സമയം ആണ് പിറുപിറുപ്പ്. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കാര്യമുണ്ടോ? അല്ലെങ്കിൽ വിളിച്ചിട്ട് വരണ്ടേ? വിളിച്ചിട്ട് വരികയാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കായിരുന്നു. ഇതാണ് പിറുപിറുപ്പ് എന്ന് പറയുന്നത്. പെട്ടെന്ന് വരും. മനസ്സിലായോ? അപ്പോൾ അത് ദൈവമാണ് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തരുന്നത്. അപ്പോൾ അവിടെ പിറുപിറുപ്പല്ല, നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് എന്ന വണ്ണം. കാരണം ഈ വന്നവർ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു അതിഥി ആയതുകൊണ്ടല്ലേ നമ്മളങ്ങനെ പിറുപിറുക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ വന്നവർ ചിലപ്പോൾ ദൂതന്മാരാണെങ്കിലോ? നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ വേഷത്തിൽ ദൂതന്മാർക്ക് വരാൻ പറ്റുമോ? ഒരു എബ്രായത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ അറിയാതെ കണ്ട് ദൂതന്മാരെയും സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഇഷ്ടമുള്ളവരെ സൽക്കരിക്കാൻ നമുക്ക് താല്പര്യമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തവർ വരുമ്പോൾ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ ആ ഇഷ്ടമില്ലാത്തവർ ചിലപ്പോൾ ദൂതന്മാരാണോ നമുക്ക് അറിയത്തില്ല. കാരണം നമ്മളുടെ ആ ദൈവഹിതപ്രകാരം നമ്മൾ എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ കാണുന്നത്, ചെയ്യുന്നതെന്ന് അറിയാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. ഇനി 10-ാം വാക്യം, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. കാരണം അവിടെ പറയാം, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ. മുകളിൽ വേറൊരു വരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ വരം എന്താണ്? 4 തുടങ്ങുമ്പോൾ ഒരു വരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. അപ്പോൾ കഷ്ടത ഒരു വരമായിട്ട് അവിടെ പറയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ. അപ്പോൾ ഓരോരുത്തർക്ക് എന്ത് തന്നിട്ടുണ്ട് ദൈവം? വിവിധമായിട്ടുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് ശുശ്രൂഷിപ്പാനുള്ള വരം തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ത് വരമാണ് എനിക്ക് നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്യണം? അതിനെക്കൊണ്ടായിരിക്കണം അന്യോന്യം ശുശ്രൂഷിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ശുശ്രൂഷിക്കാൻ പലപ്പോഴും നമുക്ക് അസ്വസ്ഥതയുണ്ടാവും. അവിടെയാണ് മനസ്സിനെ ഞാൻ പുതുക്കേണ്ടത്. ഇവിടെ പറയാണ്, ഓക്കെ, അന്യോന്യം നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. 11-ാമത്തെ വാക്യം, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ആകട്ടെ. എല്ലാത്തിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവരുള്ളത് ആമേൻ. അപ്പൊ ഇവിടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തും, ഒരുത്തൻ പ്രസംഗിക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് പ്രസംഗിക്കുന്നവരുടെ ഭയങ്കര ശുശ്രൂഷ, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊന്നും വലിയ ശുശ്രൂഷ അല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ പറയാം, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ
ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവുമാകട്ടെ. കേട്ടോ, നമുക്ക് ദൈവം ഓരോരോ, ഇവിടെ മോള് പറഞ്ഞല്ലോ, വിവിധമായിട്ടുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവം വിവിധമായിട്ടുള്ള വരങ്ങൾ തന്നിട്ടുണ്ട്. ആ വരങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ കൊരിന്ത്യർ ലേഖനമൊക്കെ വായിക്കുമ്പോൾ 12-ാം അധ്യായത്തിലൊക്കെ, എഫ് എസ് ലേഖനം 6-ാം അധ്യായം, കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം, റോമാലേഖനം 12-ാം അധ്യായം, ഇതിലൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കൃപാവരങ്ങളൊക്കെ നമ്മൾക്കുണ്ട്. അതിനെ ജ്വലിപ്പിക്കുവാനുള്ള അവസരങ്ങളെ ദൈവം നൽകി തരുമ്പോൾ അതിനെന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം എന്ന് നമ്മൾ മറന്നു പോകരുത്. അതാണ് ഇവിടെ പറയുന്നത്. വിവിധമായ ദൈവകൃപയുടെയൊക്കെ നല്ല ഗൃഹവിചാരകന്മാരെ അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കാൻ പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം നൽകിയ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കി അത് ചെയ്യുക എന്നുള്ളതാണ്. അതിലൊരു കാര്യമാണ് അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ദാനധർമ്മം ചെയ്യാനുള്ളത്, പിന്നെ പലവിധമായിട്ടുള്ള ശുശ്രൂഷകളെക്കുറിച്ച് ഈ പറയുന്ന അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക. എന്നിട്ട് നോക്കണം, എന്നിലുള്ള കൃപാവരം ഏതാണ്, ഞാനതിനെ ജ്വലിപ്പിച്ചിട്ടുണ്ടോ, എനിക്കതിന് നൽകി തന്ന അവസരങ്ങളെ ഞാൻ വിനിയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. ഇല്ലായെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അതിനെ നൽകിത്തരുന്ന, അത് ജ്വലിപ്പിക്കാൻ ദൈവം നൽകിത്തരുന്ന അവസരങ്ങളെ പരിജ്ഞാനത്തിൽ ചെയ്യുക. കർത്താവ് അതിനാവശ്യമായിട്ടുള്ള കൃപ നൽകുക. എന്നിട്ട് പറയാം, ഇങ്ങനെ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ പറയാം, ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണമാകട്ടെ എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് വചനം പറയുന്നത്, എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമം മഹത്വം. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് മഹത്വം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും. അതാണ് ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നമ്മളും കയറി വരണം. എന്നിട്ട് പറയാം, എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ, മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. അപ്പോൾ എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും കർത്താവിന് കിട്ടത്തക്ക രീതിയിലായിരിക്കണം നമ്മളുടെ ജീവിതം, നമ്മളുടെ വ്യക്തി ജീവിതം, നമ്മളുടെ ശുശ്രൂഷകൾ. എല്ലായ്പ്പോഴും കർത്താവായിരിക്കണം ഉയർന്നു നിൽക്കേണ്ടത്. നമ്മളെല്ലായ്പ്പോഴും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നത്. എന്നാൽ പലപ്പോഴും അതിന് തടസ്സം നിൽക്കുന്ന എന്താണ്? നമ്മളുടെ പഴയ ആഡമിക് നേച്ചറാണ്. എന്നാൽ അത് മനസ്സിലാക്കി നമ്മളെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു, പുത്രൻ ദൈവരാജ്യത്തിലാക്കി. ഇനി നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവത്തിന് മഹത്വം കിട്ടുന്നൊരു ജീവിതം ജീവിക്കുക എന്നുള്ളത്. എന്നാൽ ആ ഒരു തലത്തിലോട്ട് നമ്മൾ കയറി വരുമ്പോൾ പലവിധമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകും. എന്നാൽ അവിടെയൊക്കെ കർത്താവ് നമ്മളെ സഹായിക്കുകയും തൻ്റെ കൃപ നമ്മുടെ മേൽ പകരുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കയറി വന്ന് പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരുവാനായിട്ട്, ചെറിയ ശേഷിപ്പിലായി തീരുവാനായിട്ട്, കണ്ണിമയ്ക്കുന്ന രൂപാന്തരപ്പെടുന്ന തേജസ്സിൻ്റെ മക്കളാകുവാനായിട്ടൊക്കെ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ ഞങ്ങളിൽ ഉണ്ടാകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. താഴ്മ ധരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് സകലത്തിലും പുത്രൻ കാണിച്ചെന്ന മാതൃക പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിന് അളവ് കൂടാതെ ഞങ്ങളുടെ മേൽ പകരുന്നല്ലോ. ശബ്ദം കേൾക്കുന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ഉയരത്തിലുള്ള കാണുമെന്നൊക്കെയാണ് ഹൃദയത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. കർത്താവെ, ശേഷിച്ചിരിക്കുന്ന കാലം കർത്താവെ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങളിലോ മദ്യപാനത്തിലോ കാമാർത്തികളിലോ വിഗ്രഹാരാധനയിലോ ധർമ്മവിരുദ്ധമായിട്ടുള്ള ആചാരങ്ങളിലോ മദ്യപാനത്തിലോ ഒന്നും പെട്ടുകൊണ്ട് സമയം കളയാതെ കർത്താവെ സമയം തക്കത്തിൽ വിനിയോഗിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരുവാന്നൊക്കെ വേണം. കർത്താവെ, അങ്ങ് എല്ലാവരും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷയിൽ വളരുവാൻ കർത്താവെ, ആ തേജസ്സിൻ്റെ അന്തം, കർത്താവെ, ആ രക്ഷയുടെ അന്തമായ തേജസ് പ്രാപിപ്പാൻ, കർത്താവിൻ്റെ വരവിൽ കണ്ണിമിക്കുന്ന രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടുന്ന ചെറിയ കൂട്ടത്തിലായിരിക്കാൻ ഞങ്ങളെല്ലാവരും അങ്ങ് സഹായിക്കണം. കർത്താവെ, അങ്ങയുടെ കൃപ ധാരാളമായി പകരണം. ദുഷ്ടൻ്റെ ഇലപ്പെടാതെ കാക്കണം. എല്ലാവിധ നന്മകളാലും എല്ലാവരും അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപയിൽ മറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ.
ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ.